ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാവൽ മാലാഖമാരുടെ വണക്കമാസം 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാവൽ മാലാഖമാരുടെ വണക്കമാസ പ്രാർത്ഥനകളിലൂടെ മാലാഖമാരെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് കാവൽ മാലാഖയുടെ പ്രത്യേകമായ ഭക്തിയിലേക്ക്, തീക്ഷ്ണതയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ആ കാവൽ മാലാഖയുടെയും നവൃന്ദ മാലാഖമാരുടെയും മുഖ്യദൂതന്മാരുടെയും സംരക്ഷണതയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അവരുടെ ചിറകിൻ്റെ കീഴിൽ നമ്മളായിരിക്കുക. ദൈവത്താൽ അയക്കപ്പെട്ട പ്രിയപ്പെട്ട മാലാഖമാർ, ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മെ കാത്തുപരിപാലിക്കുന്ന മാലാഖമാരെ ഓർത്ത് ആ കാവൽ മാലാഖയോട് ചേർന്ന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി ആരാണ് മാലാഖമാർ, നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്ന മാലാഖമാരുടെ ധർമ്മം എന്താണ്, എങ്ങനെയാണ് സഭ ഈ മാലാഖമാരെ കുറിച്ച് മനസ്സിലാക്കുന്നത്. വീണ്ടും ദൈവത്തിൻ്റെ സേവകരായ മാലാഖമാരെ കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാർ, ദൈവ ആരാധനയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മാലാഖമാർ, ദൈവത്തെ എപ്പോഴും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തോട് ചേർന്നുകൊണ്ട് താണു വീണ് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് കീർത്തിക്കുന്ന, എല്ലാ ആരാധനയും എല്ലാ മഹത്വവും കരയേറ്റുന്ന മാലാഖമാരെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ മാലാഖമാർ, സ്വർഗത്തിലെ മാലാഖമാർ സ്വർഗപിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് മത്തായി ശ്ലീഹ പറഞ്ഞു വയ്ക്കുക. സ്വർഗസ്വനായ പിതാവിൻ്റെ മുഖം സ്വർഗത്തിലെ മാലാഖമാർ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരാധന അർപ്പിക്കുന്നില്ലെങ്കിൽ മുഖാമുഖം ദർശിച്ചുകൊണ്ട് അവിടത്തേക്ക് ആരാധന അർപ്പിക്കുന്നുവെന്നാണ് ഇവിടെ വചനത്തിൽ നമ്മൾ കാണുക. ദൈവ ആരാധനയെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗീയ ആഘോഷത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. എന്താണ് സെലിബ്രേഷൻ ഓഫ് ഗ്ലോറി, അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ ആഘോഷം. മാലാഖമാരും വിശുദ്ധരും ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗീയ ആരാധനയ്ക്ക് പറയുന്ന പേരാണ് മഹത്വത്തിൻ്റെ ആഘോഷം. നമ്മൾ കണ്ടു. ആ മഹത്വത്തിൻ്റെ ആഘോഷത്തിൽ ഏറ്റവും മുമ്പന്തി നിന്നുകൊണ്ട്, സ്വർഗീയ ആരാധനയിൽ എല്ലാ വിശുദ്ധരേക്കാൾ മുമ്പന്തി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാരാണ് എന്ന് നമ്മൾ കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാർ സ്വർഗപിതാവിൻ്റെ മുഖത്തേക്ക് എപ്പോഴും നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ മുഖം ദർശിച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധ കീർത്തനം ആലപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവ ആരാധന സഭ പഠിപ്പിക്കുകയാണ്, ഒരു ആരാധന അത് പൂർണ്ണമാകുന്നു, ദൈവ ആരാധന അത് പൂർണ്ണമാകുന്നു, പൂർണ്ണതയിലെത്തുന്നത് പിതാവായി ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് അവിടത്തേക്ക് ആരാധന അർപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥനയിലും ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയുടെ സമയത്തും ഇല്ലെങ്കിൽ ആരാധനയെ പങ്കുചേരുമ്പോൾ, ധ്യാനത്തിൽ പങ്കുചേരുമ്പോൾ നമ്മൾ എപ്പോഴും പറയും, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോയെ നമ്മുടെ മധ്യയെ സന്നിഹിതനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ആരാധിക്കുമ്പോൾ ഈശോയെ നോക്കിക്കേ അല്ലേ പറയാറുണ്ട്. പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ആൾ, നേതൃത്വം നയിക്കുന്ന ആൾ പറയാറുണ്ട്, നിങ്ങൾ ഈശോയുടെ മുഖത്തേക്ക് നോക്കിയെന്ന് ചോദിച്ചേ, അവിടുത്തെ മുഖം ഒന്ന് നോക്കിക്കേ അല്ലെ. ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് ആരാധന, നമ്മുടെ ആരാധന പൂർണ്ണമാകുന്നത്, ദൈവ ആരാധന പൂർണ്ണമാകുന്നത് ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്, ആ മുഖം ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്. മാലാഖമാർ അതേ കാര്യം തന്നെ ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടത്തേക്ക് ആരാധന അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവ ആരാധനയുടെ ഏറ്റവും ഉന്നതമായ പ്രകടനം, അതിൻ്റെ പരിസമാപ്തി, അതിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് സ്വർഗപിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരാധന നടത്തുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവ ആരാധനയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മാലാഖമാർ, ദൈവത്തിൻ്റെ ശക്തരായ മാലാഖമാർ, സ്വർഗീയ സൈന്യങ്ങളായ മാലാഖമാർ, കർത്താവിൻ്റെ ശക്തരെ നിങ്ങൾ അവിടുത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുമെന്ന് സങ്കീർത്തകൻ പാടുമ്പോൾ ഈശോയുടെ മുഖത്തേക്ക്, പിതാവായ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ ആരാധന അർപ്പിക്കുകയാണ്. ആരാധനയുടെ ഏറ്റവും ഉന്നതമായ പ്രകടനത്തിലേക്ക് മാലാഖമാർ, സ്വർഗവാസികളായ മാലാഖമാർ മറ്റ് വിശുദ്ധരോടും രക്തസാക്ഷികളോടും ചേർന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. നമ്മുടെ ഭൂമിയിലെ ആരാധനയും നമ്മുടെ ഭൗമിക ലിറ്റർജിയും ഓരോ കുടുംബ പ്രാർത്ഥനയും ഓരോ സ്തുതിപ്പും എല്ലാം ഈ സ്വർഗീയ ആരാധന, മാലാഖമാരും വിശുദ്ധരും ഒന്നു ചേർന്ന് നടത്തുന്ന ആ സ്വർഗീയ ആരാധനയിലേക്കാണ് നമ്മുടെ ഈ എളിയ പ്രാർത്ഥനകൾ, നമ്മുടെ ഈ ചെറിയ പ്രാർത്ഥനകളോ നമുക്ക് കടന്നു ചെല്ലുക. ഒരു കുഞ്ഞു വീട്ടിലിരുന്ന്, ചെറിയ ഒരു കുടുംബത്തിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ പ്രാർത്ഥന ഇവിടം കൊണ്ട് തീരുകയാണ്. നമ്മുടെയൊക്കെ ചെറിയ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ സ്തുതിപ്പും കാര്യങ്ങളും ഈ 4 ചുവരിനുള്ളിൽ തീരുകയാണ് എന്ന്. ഒരിക്കലുമല്ല സഹോദരങ്ങളെ. ഈ പ്രാർത്ഥന, ഈ ആരാധന ദൈവസന്നിധിയിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വളരെ വ്യക്തമായി മാലാഖമാർ കയറ്റുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെ, അപേക്ഷകളെ ദൈവസന്നിധിയിലേക്ക് മാലാഖമാർ കയറ്റുന്നുണ്ട്.
ദൈവത്തെ ആരാധിക്കുന്നവരാണ് മാലാഖമാർ, ദൈവത്തിൻ്റെ സേവകരായ മാലാഖമാർ. പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടത്തേക്ക് ആരാധന അർപ്പിക്കുന്ന മാലാഖമാർ. വീണ്ടും കാണുകയാണ്, പിതാവിന് മഹത്വം നൽകുന്ന അതേ മാലാഖമാർ തന്നെ പുത്രനും മഹത്വം നൽകുകയാണ്. പിതാവിനെ ആരാധിക്കുന്ന അതേ മാലാഖമാർ തന്നെ പുത്രനും ആരാധന അർപ്പിക്കുന്നു. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പേജ് 87 വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തുവാണ് മാലാഖമാരുടെ ലോകത്തിൻ്റെ കേന്ദ്രം. മാലാഖമാരുടെ ലോകത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. പുത്രൻ തമ്പുരാനാണ് ഈ മാലാഖമാരുടെ എല്ലാം ലോകത്തിൻ്റെ കേന്ദ്രം. ഹല്ലേലൂയ. വീണ്ടും വചനത്തിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. 1 പത്രോസ് 3:12 1 പത്രോസ് 3:12 പറയുകയാണ്, യേശു ക്രിസ്തുവാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും ശക്തികളും അധികാരികളും അവിടുത്തേക്ക് തലകീഴ്പ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും ശക്തികളും അധികാരികളും അവിടുത്തേക്ക് തലകീഴ്പ്പെട്ടിരിക്കുന്നു. പുത്രന് തലകീഴ്പ്പെട്ടിരിക്കുന്ന മാലാഖമാർ തന്നെയാണ് പിതാവിന് മഹത്വം നൽകുന്നത്. അതേ മാലാഖമാർ തന്നെ പുത്രന് മഹത്വം നൽകുന്നുവെന്ന് വീണ്ടും വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെയാണ് ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. പുത്രനെ വിധി ഏൽപ്പിച്ചിരിക്കുന്നു. വിധിയാളനായ യേശു തൻ്റെ മാലാഖമാരെ ഒരുമിച്ച് അന്ത്യവിധിക്കായി കടന്നു വരുമെന്ന് വീണ്ടും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16:27, മത്തായി 16:27, വീണ്ടും മത്തായി 25:31, മത്തായി 25:31. ഇതിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യപുത്രൻ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരൊരുമിച്ച് വരാനിരിക്കുന്നു. പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരൊരുമിച്ച് വരാനിരിക്കുന്നുവെന്നാണ് മത്തായി സ്ലേഹ നമ്മളോട് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിധിയാളനായ യേശു അന്ത്യവിധിക്കായി കടന്നു വരുന്നത് തൻ്റെ എല്ലാ മാലാഖമാരുടെയും അകമ്പടിയോടുകൂടി മാലാഖമാരോട് ചേർന്നാണ് അന്ത്യവിധിക്കായി കടന്നു വരിക. പുത്രൻ്റെ ലോകത്തിൻ്റെ കേന്ദ്രം പുത്രനാണ്. ഈ മാലാഖമാരുടെ എല്ലാം ലോകത്തിൻ്റെ കേന്ദ്രം പുത്രനെ ആരാധിക്കുന്ന തലകീഴ്പ്പെട്ടിരിക്കുന്ന മാലാഖമാരെ തന്നെ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കും. പിതാവിനെ ആരാധിക്കുന്ന പിതാവിൻ്റെ സേവകരായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സേവകരായ അതേ മാലാഖമാർ തന്നെ പുത്രനും ആരാധന അർപ്പിക്കുന്നു, പുത്രനെയും ആരാധിക്കുന്നതായി നമ്മൾ കാണുകയാണ്. അപ്പോൾ പുത്രനെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സേവക, ദൈവ ആരാധനയ്ക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അധികം മാലാഖമാർ, ആ ആരാധനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വണക്കമാസ പ്രാർത്ഥനയിൽ പ്രത്യേകമായി കാവൽ മാലാഖയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന് മഹത്വം നൽകുന്ന അതേ മാലാഖമാർ തന്നെ പുത്രനും ആരാധന അർപ്പിക്കുമ്പോൾ ആ ആരാധനയോട്, മാലാഖമാർ നടത്തുന്ന ആരാധനയോട് നമ്മുടെ ഈ ചെറിയ പ്രാർത്ഥന, ഈ കുറച്ച് സമയത്തെ ചെറിയ പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ സങ്കടങ്ങളും മാലാഖമാരാൽ ദൈവസ്ഥലത്തിലേക്ക് എത്തുകയും ദൈവത്താൽ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടാനും ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.